സൂര്യ നായകനായി 2013 ഇറങ്ങിയ സിംഗം 2 എന്ന തമിഴ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളിലൊന്നാണ് മണപ്പാട് ചർച്ചും അതിൻ്റെ പരിസരങ്ങളും. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മണപ്പാട് ബീച്ചിനോട് ചേർന്ന് നിരവധി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് 70 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഹോളി ക്രോസ് ചർച്ച് എന്നറിയപ്പെടുന്ന ഈ പള്ളി തിരുച്ചെന്തൂരിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിയിൽ നിന്ന് 70 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. മണപ്പാട് ബീച്ചും പരിസരങ്ങളും വളരെ പ്രശസ്തമാണ്. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ഇവിടെ ചിത്രീകരിച്ചതോടെ ഈ പള്ളിയും പരിസരവും കൂടുതൽ പ്രശസ്തമായി. ലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചതെന്നും പോർച്ചുഗീസുകാരായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല വഹിച്ചതെന്നും കരുതപ്പെടുന്നു. ധനുഷ്കോടിയിലെ അരിച്ചിൽ മുനമ്പ് പോലെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തായാണ് പള്ളിയുടെ നിർമ്മാണം. മണൽ കൊണ്ട് മൂടപ്പെട്ട ചെങ്കൽ നിറഞ്ഞ ഒരു മലയുടെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിൽ നിന്നാണ് ഈ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചിന്ന ജെറുസലേം എന്നും മണപ്പാട് പള്ളി അറിയപ്പെടുന്നു. പള്ളിയുടെയും അതിൻ്റെ പരിസരങ്ങളുടെയും ഭംഗി നല്ല രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇത്ര നാളായെങ്കിലും പള്ളിയുടെ ചുവരുകളുടെ നിറത്തിലല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ മാറിയിട്ടില്ല. വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളൻ താമസിച്ചിരുന്ന ഒരു ഗുഹയും പള്ളിക്ക് പുറകിലായുണ്ട്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതിശയ മണൽമാതാ കോവിലെന്നും ഈ പള്ളിക്ക് പേരുണ്ട്. തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂരിൽ നിന്നും നാഗർകോവിൽ പോകുന്ന വഴിക്കാണ് മണപ്പാട് ബീച്ച്. ഇതിന്റെ പരിസരത്തായി ഹോട്ടലുകളൊന്നും തന്നെയില്ല. താമസത്തിനായി തിരുച്ചെന്തൂർ തിരഞ്ഞെടുക്കുന്നതാവും ഉചിതം. തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മണപ്പാട്ടേക്ക് ബസ് സർവീസുമുണ്ട്. പള്ളിക്ക് പുറകിലായി ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സന്ദർശകർക്ക് അവിടെയൊക്കെ പ്രവേശനമില്ല. മണപ്പാട് പള്ളിയുടെയും ബീച്ചിന്റെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ധനുഷ് നായകനായ അസുരൻ എന്ന തമിഴ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ച തേരിക്കാടിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെന്റെ നമസ്കാരം.